So nice to see all of you on this Sunday morning. ഇന്ന് ഈ ഞായറാഴ്ച പകൽ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. At a time when many people are sitting at home, it's so good that we have all come together to worship the Lord. പലരും ഇന്ന് വീടുകളിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്നതിനായിട്ട് ഞാൻ സന്തോഷിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Praise be to God. ദൈവത്തിന് സ്തുതി. I saw a WhatsApp status of my dear friend for long years. He has been, there's a dear friend of mine for last many years, and I saw a WhatsApp status of it. വളരെ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വാട്സാപ്പിലുള്ള ഒരു സ്റ്റാറ്റസ് ഞാൻ ഈയിടെ കാണുകയുണ്ടായി. He's a believer. അദ്ദേഹം ഒരു വിശ്വാസിയാകുന്നു. He's a good believer. ഒരു നല്ല വിശ്വാസിയാണ്. So this is what was written in his status. ഇത് എഴുതിയിരുന്നത് ഇപ്രകാരമായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിൽ. He said, God closed the lion's mouth for Daniel. ദൈവം സിംഹത്തിന്റെ വായെ ദാനിയേലിന് വേണ്ടി അടപ്പിച്ചു. God parted the Red Sea for Moses. മോശയ്ക്ക് വേണ്ടി ദൈവം ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചു. Hallelujah. ഹല്ലേലൂയ. God gave Sarah a baby. ദൈവം സാറായിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. God raised up Lazarus. ദൈവം മരിച്ചുപോയ ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. Nothing is impossible for God. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. Therefore, trust the Lord. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. Hallelujah. ഹല്ലേലൂയ. But I didn't say hallelujah. പക്ഷേ ഞാൻ ആ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞില്ല. In fact, I wrote back a message to him. ഞാൻ അതിന് ഒരു ഉത്തരമായിട്ട് ഞാൻ ഒരു മെസ്സേജ് അദ്ദേഹത്തിന് തിരിച്ചെഴുതി. He's a close friend, so I could directly speak to him. അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ട് എനിക്ക് ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റും. So I wrote to him, why are you selective when you wrote these things? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൽ ചിലത് മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ എഴുതുന്ന സമയത്ത്? Why didn't you mention that Elisha the prophet died of an illness? നിങ്ങൾ എന്തുകൊണ്ട് എലീഷ എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ രോഗത്താൽ മരിച്ചു എന്ന് എഴുതിയിട്ടില്ല? Why didn't you mention that James the brother of John was killed by Herod? യോഹന്നാന്റെ സഹോദരനായ യാക്കോബ് ഹെരോദ രാജാവിനാൽ കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ല. Why didn't you mention that when people threw stones at Stephen, Stephen actually died? God didn't save him. സ്തെഫാനോസിനെ എല്ലാവരും കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ ദൈവം ഒന്നും പറഞ്ഞില്ല. അതിനെ പറ്റിയിട്ട് നിങ്ങളൊന്നും എഴുതിയിട്ടില്ല. Why didn't you write that Paul left Trophimus sick? ത്രോഫിമോസിനെ പൗലോസ് രോഗത്തിന്റെ അവസ്ഥയിൽ വിട്ടിട്ട് പോയി. അതെന്തുകൊണ്ട് നിങ്ങൾ എഴുതിയില്ല? Why didn't you write that whatever the Paul's thorn in the flesh was, God did not remove the thorn in the flesh? പൗലോസിന്റെ ശരീരത്തിൽ ഒരു ശൂലത്തെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ദൈവം മാറ്റിയില്ല. അതിനെപ്പറ്റി നിങ്ങൾ എന്തുകൊണ്ട് എഴുതിയില്ല? Why are you being selective? Why are you picking and choosing? നിങ്ങൾ എന്തുകൊണ്ടാണ് ബൈബിളിൽ നിന്നും ചിലത് മാത്രം തിരഞ്ഞെടുക്കുന്നത്? എല്ലാം തിരഞ്ഞെടുക്കാതെ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? It's very interesting, very interesting. Even in our songs, ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. നമ്മളുടെ പാട്ടുകളിൽ പോലും we pick and choose. നമ്മൾ പലതും തിരഞ്ഞെടുക്കാറുണ്ട്. You see, one of the songs which I really like and which has really ministered to me, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളതും എന്നെ വളരെയധികം ശുശ്രൂഷിച്ചിട്ടുള്ളതുമായ ഒരു പാട്ടാകുന്നു. It's a Malayalam song which says En priyan valankarathil pidichenne. മലയാളത്തിലൊരു പാട്ടുണ്ട്, ഈ പാട്ട്. No, that song is such a wonderful song. It puts into words various instances in the Bible where God dramatically delivered his people. ഇത് വളരെ നല്ല ഒരു പാട്ടാണ്. പലപ്പോഴും പല സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ ജനത്തെ വിടുവിച്ച കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. It says,
മുമ്പിൽ ചെങ്കടലാർത്തിരച്ചാലെതിരായി പിൻപിൻ വൻവൈരി വീഴ്ത്തപ്പെട്ടാൽ. You know, you see, പിൻപിൻ വൻവൈരി പിൻഗമിച്ചാൽ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാത ഒരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. And so, even if there is a Red Sea in front and Pharaoh's army in the back, through the Red Sea, God will open a way. And this is true. And so there is this instance, there is the instance of Daniel in the lion's den and lion's mouth being closed. And there is, where the crow brings food to Elijah. And so there is this wonderful stanzas in this song. ഈ മലയാളത്തിലൂടെ പാടിയ പാട്ടിൻ്റെ അകത്ത് ഇസ്രായേൽ മക്കൾ ചെങ്കലിലൂടെ ദൈവം അവരെ നടത്തിയതും അതിനെ പറ്റിയിട്ടാണ് പാടിയത്. ആ വരികൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ പല പല സാഹചര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ ദൈവം തന്നെയാകുന്നു ചെങ്കടൽ കൂടി വിഭാഗിച്ചതും അതിലൂടെ നടത്തിയതും. ദാനിയേലിന്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ സിംഹത്തിന്റെ വായെ അടപ്പിച്ചതും ദൈവം തന്നെയാകുന്നു. പല സാഹചര്യങ്ങളിലും ദൈവം ഏലിയാവിനെ കാക്കയെ അയച്ച് ഭക്ഷണങ്ങൾ കൊടുത്തു. അപ്പോൾ അതെല്ലാം ബൈബിൾ ഈ വഴികളിലൂടെ ദൈവത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. But the interesting thing is, there is one stanza in that song which I have not heard many people singing. Maybe you all sing that, but I didn't know that stanza. And that stanza says, മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തൻ യേശു കൈവിടില്ല, എന്നെ ഉയർപ്പിക്കും വിൻ ശരീരത്തോടെ കൈക്കൊള്ളും ഏഴേ മഹത്വത്തിൽ. So even if I die, so actually that part is also there. You know, the songwriter was relatively balanced. He gave 4 or 5 instances of deliverance, one instance of even if I die. But maybe because it's a long song, we do not really sing the last stanza. വളരെ രസകരമായ ഒരു കാര്യമെന്ന് പറയുകയാണെങ്കിൽ ഈ പാട്ടിൽ തന്നെ ഒരു സ്റ്റാൻസ പറയുന്നത് മരണത്തെ പറ്റിയാണ്. അതിൽ ദൈവത്തോട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നതും അതിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ രസകരമായ ഒരു കാര്യം, പലപ്പോഴും പലരും ആ സ്റ്റാൻസ പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ പാട്ടിന്റെ നീളം കൊണ്ടാവാം നമ്മളും പല ദൈവം വിടുവിച്ച കാര്യങ്ങൾ മാത്രം ഈ മരണത്തെ പറ്റിയോ ദൈവത്തിനോട് ചേരുന്നതിനെ പറ്റിയോ ഒന്നും പാടുന്നതായിട്ട് കണ്ടിട്ടില്ല. You see, one of the things that has happened in this second wave or whatever wave this has come right now of COVID, many believers have been affected. ഈ കോവിഡിന്റെ രണ്ടാം തരംഗം നമ്മൾ വന്നു എന്ന് പറയപ്പെടുന്ന അവസ്ഥകളിൽ പ്രത്യേകിച്ചൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വേവ് വന്ന സമയത്ത് നമ്മളുടെ വിശ്വാസികളായിട്ടുള്ള പല ആളുകളും ഇതിനാൽ അഫക്റ്റഡ് ആയി. Last Saturday, Pastor Vinod showed me in his WhatsApp a photograph of a missionary, middle-aged missionary. Last Saturday. കഴിഞ്ഞ ശനിയാഴ്ച വിനോദ് പാസ്റ്റർ എന്നെ കാണിക്കുകയുണ്ടായി. ഒരു മിഷണറി ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടൊരു പയ്യന്റെ ഒരു ഫോട്ടോ മിഡിൽ ഏജ് okay, this man. മധ്യവയസ്കനായ ഒരാളുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. Please show that photo. Yeah. ആ ഫോട്ടോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. Now this photo was taken by Rachel. യഥാർത്ഥത്തിൽ ഈ ഫോട്ടോ എടുത്തത് റേച്ചലാണ്. Please note that he is on oxygen. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം ഓക്സിജന്റെ നിയന്ത്രണത്തിലാണ്, ഓക്സിജൻ കൺട്രോൾഡ് ആണ്. And look at his he's giving thumbs up. Look at his spirit. It's a wonderful spirit to have. Even when usually somebody is oxygen, what will happen to me? He is like this. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കൈ ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു തംസപ്പ് ആണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു സന്തോഷത്തെ പ്രതികരിക്കുന്ന രീതിയിലാണ്, അദ്ദേഹം സന്തോഷിച്ചുകൊണ്ടാണ് കൈ കാണിച്ചിരിക്കുന്നത്. But after this he went to Tamil Nadu and there he didn't go. Okay, after this he died. അതിനുശേഷം അദ്ദേഹം മരിക്കുകയുണ്ടായി. This photograph was quite touching for me. ഈ ഫോട്ടോ എന്നെ വളരെയധികം സ്പർശിച്ചു. He's a missionary, mind you. ഇദ്ദേഹം ഒരു മിഷണറിയാണ്. You can put this off, yeah. Now, why is he showing this one? I don't know. I haven't taken his interview. I don't know. Why is he showing like this? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഒന്നും എടുത്തിട്ടില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് ആ തംസ് അപ്പ് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. Now, there are two possibilities. ഒരുപക്ഷെ രണ്ട് കാര്യങ്ങളുണ്ടാവും. Maybe what he is saying is,
God will take me out of this disease. I don't care, even though I have oxygen or whatever, COVID, I will be safe. I am safe. Don't worry. Maybe that's why he showed this. ഒരു പക്ഷേ ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഈ തംസപ്പ് കാണിച്ചതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം കൃത്രിമശ്വാസത്തിലാണെങ്കിൽ പോലും ദൈവം അതിൽ നിന്നെല്ലാം അദ്ദേഹത്തെ വിടുവിക്കും എന്നുള്ളൊരു ഉറപ്പ് കൊണ്ടായിരിക്കാം. But if that is the reason why he showed this, he was wrong because he actually died. പക്ഷെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ കാരണം കൊണ്ടാണ് ആ കൈ കാണിച്ചതെങ്കിൽ അത് തെറ്റിപ്പോയി, കാരണം അദ്ദേഹം മരിക്കുകയുണ്ടായി. On the other hand, if he showed like this, saying that, okay, no matter what, God is on my side, even if I die, it doesn't matter, I have a living hope. If that is why he showed this, praise be to God, he is in a better place today. രണ്ടാമത്തെ കാരണം അദ്ദേഹം ആ തംസപ്പ് കാണിച്ചതിന്റെ രണ്ടാമത്തെ കാരണമെന്ന് വിചാരിക്കുന്നത് അദ്ദേഹം വിശ്വസിക്കുന്നത് ദൈവം, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ദൈവം എന്നെ വേറൊരു പ്രത്യാശയിലേക്ക് കൊണ്ടുപോകും, ദൈവം എന്നെ നടത്തും എന്നുള്ളൊരു ഉറപ്പിലാണെന്നുണ്ടെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ടാവും. Now, when believers die of corona, or this kind of thing, it's very difficult to take. ഈ കൊറോണ അതേപോലുള്ള മാരക രോഗങ്ങളാൽ വിശ്വാസികളായ വ്യക്തികൾ മരിക്കുമ്പോൾ അത് വളരെ പ്രയാസകരമാണ് നമുക്ക് ചിന്തിക്കാൻ. Now, please take 2 Kings chapter 13 verse 14. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് നോക്കാം. 2 Kings chapter 13 1-3 verse 14 1-4. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം Please read 13-ാം അധ്യായം 14-ാം വാക്യം. അക്കാലത്ത് എലീശ മരണകരമായ രോഗത്താൽ ബാധിതനായി തീർന്നു. What is it written? ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? Elisha is not a small guy. He is the one person through whom maximum kind of miracles, of course Moses was there, but then he is one prophet through whom lot of miracles happened. വളരെ അധികം അത്ഭുതങ്ങൾ നടത്തിയതായിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നു എലീശ. പക്ഷെ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? Here it is written that Elisha had fallen sick with the illness with which he was about to die. ഇവിടെ എഴുതിയിരിക്കുന്നത് എലീശ മരണഹേതുകമായ രോഗം പിടിച്ചു കിടന്നു. Dear brothers and sisters, why should a great prophet die of illness? എൻ്റെ പ്രിയ സഹോദര സഹോദരിമാരെ, എന്തുകൊണ്ടാണ് ഒരു പ്രവാചകൻ ഒരു രോഗത്താൽ മരിക്കപ്പെടുന്നത്? Please remember that his guru or his mentor Elijah, he actually did not even die. ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ ഗുരു അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നയിച്ചിരുന്ന വ്യക്തിയായ ഏലിയാവ് മരിച്ചിട്ടില്ല. I mean, he was taken alive by chariots. ഞാൻ പറഞ്ഞത് അദ്ദേഹം ജീവനോടെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, രഥങ്ങളാൽ എടുക്കപ്പെട്ടു. And Elisha had a double portion of the spirit which was in Elijah. ഏലിയാവിലുള്ളതിലും ഇരട്ടി അഭിഷേകമുള്ള ഒരു വ്യക്തിയായിരുന്നു എലീശ. And Elisha had not committed any particular sin which has been written. ബൈബിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എലീശ വളരെ പാപം ചെയ്ത ഒരു വ്യക്തിയാണെന്ന് ഒന്നും എഴുതിയിട്ടില്ല. Not only that, once the burial was done, and what happened is some other guy died. When his bones touched Elisha's bones, that guy came to life. I mean, that much was the power which was at work in the life of Elisha. ഒരു ബൈബിൾ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് എലീശയുടെ ദേഹത്ത് ഒരു മനുഷ്യൻ മരിച്ചതും ആ മനുഷ്യന്റെ അസ്ഥികൾ തൊടുകയും ഉണ്ടായി. ആ വ്യക്തി മരണത്തിൽ നിന്നും എഴുന്നേൽക്കുകയുണ്ടായി. അത്രയും വലിയ ഒരു അഭിഷേകമായിരുന്നു എലീശയുടെ മേളിൽ ഉണ്ടായിരുന്നത്. Then why did Elisha have to die of illness? Isn't it a shameful thing? പക്ഷേ എന്തുകൊണ്ടാണ് എലീശ ഒരു മരണഹേതുവായ രോഗം കൊണ്ട് മരിക്കാൻ പോകുന്നത്? അത് വളരെ നാണക്കേടല്ലേ? You see, if you ask me, Brother Sunil, how would you like to die? I would say, I would like to sleep at night and get up. Not get up, that's it. Bye. ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, സഹോദരനായ സുനിലിനെ നിങ്ങൾക്ക് എങ്ങനെ മരിക്കണമെന്നാണ് ആഗ്രഹം? ഞാൻ പറയും, എനിക്ക് ഒരു രാത്രി കിടന്നുറങ്ങി പിറ്റേന്ന് എഴുന്നേൽക്കണ്ട.
അങ്ങനെ തന്നെ മരിച്ചാൽ മതി. Or as I grow in the Lord, maybe I will say, I want to die, I want to give my life as a martyr. ഞാൻ ദൈവത്തിൽ വളർന്നു വന്നപ്പോൾ ഞാൻ ചിന്തിച്ച വേറൊരു കാര്യം, ഞാനൊരു രക്തസാക്ഷിയായി മരിക്കണമെന്നാണ് വളർന്നു വരുമ്പോൾ. But to die of illness. പക്ഷെ ഒരു രോഗത്താൽ മരിക്കുക എന്ന് പറയുന്നത്, and mind you, God very well knows to make people die without illness or to take people even without dying. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ദൈവത്തിന് ഒരു മനുഷ്യൻ രോഗത്താൽ മരിക്കാതെയും രക്ഷിക്കാം, ഒരു മനുഷ്യൻ മരിക്കാതെ തന്നെയും സ്വർഗത്തിലെടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. There are only two people in the recorded history in the Bible who actually did not die. ബൈബിളിന്റെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികളാണ് യഥാർത്ഥത്തിൽ മരിക്കാതെ എടുക്കപ്പെട്ടത്. Number one, Hanok. ഒന്നാമതായി ഹാനോക്ക്. And number two, Elijah. രണ്ടാമതായിട്ട് എലിയാവ്. But last week only it dawned upon me that even though technically they didn't die, practically they died actually. ഇവിടെ ടെക്നിക്കൽ പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മരിച്ചില്ല, പക്ഷേ പ്രായോഗികപരമായിട്ടും അവർ മരിക്കുകയുണ്ടായി. Because what is the meaning of death? എന്താണ് മരണത്തിന്റെ ഒരു അർത്ഥം വരുന്നത്? We are separated from our relatives, friends, etc. നമ്മൾ നമ്മളുടെ ബന്ധുമിത്രാദികളിൽ നിന്നും അകന്നപ്പെട്ട ഒരവസ്ഥയിലാകുന്നു. And number two, we are not going to return back. രണ്ടാമത് നമ്മൾ തിരികെ ഈ സ്ഥലത്തേക്ക് വരുന്നില്ല. And both these are true. Enoch and Elijah, both of them did not return to their friends and relatives, and they were cut off. So in that sense actually they died. ഈ പറഞ്ഞ രണ്ട് വ്യക്തികളുടെയും കാര്യത്തിൽ ഇത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അവർ രണ്ടുപേരും തിരികെ വന്നില്ല, അവരുടെ ബന്ധുമിത്രാദികളുടെ അടുത്തു നിന്നും അവർ മാറ്റപ്പെടുകയും ഉണ്ടായി. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തികൾ രണ്ടുപേരും മരിക്കുകയുണ്ടായി. In other words, dear brothers and sisters, we are all going to die except that last generation when Jesus is going to come. മറ്റൊരു അർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും എല്ലാവരും മരിക്കാൻ പോവുകയാണ്. ഒന്നെങ്കിൽ യേശു വരിക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കുകയും ചെയ്യും. And I believe some will die of illness. ഇത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ പലരും തന്നെ ചിലപ്പോൾ രോഗത്താൽ മരിക്കുകയും ചെയ്യാം. But Sunil brother, what are you saying? Doesn't the Bible say that no plague shall come near your tent? പക്ഷേ സഹോദരൻ സുനിൽ, നിങ്ങൾ എന്താണ് പറയുന്നത്? വചനം പറയുന്നത് ഒരു ബാധ എൻ്റെ കൂടാരത്തിന് മേൽ അടുക്കുകയില്ല എന്നല്ലേ? I tried to clarify that by preaching from Psalm 91 few months back. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് സങ്കീർത്തനം 91 നിന്നും ഇതിനെ വ്യക്തമാക്കി തരുന്ന രീതിയിൽ ഒരു സന്ദേശം പറയുകയുണ്ടായി. Let's read Psalm 91. നമ്മൾക്കിപ്പോൾ സങ്കീർത്തനം 91 വായിക്കാം. That few verses only. ചില വാക്യങ്ങൾ. It's a wonderful psalm actually. അത് വളരെ നല്ലൊരു സങ്കീർത്തനമാകുന്നു. Wonderful psalm. Verse 7. 7-ാം വാക്യം. എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. Oh, so this verse shows that 1,000 may fall at your side and 10,000 at your right hand, but it shall not approach you. ഇവിടെ വചനം പറയുന്നത് നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. And verse 9 and 10 it says, for you have made the Lord my refuge, even the Most High your dwelling place. No evil will befall you, nor will any plague come near your tent. 9-ാം വാക്യം പറയുന്നത്, യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു, ഒരു ബാധ എൻ്റെ കൂടാരത്തിന് അടുക്കയിൽ ഒരു അനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല. Now in Malayalam it says, ഒരു അനർത്ഥവും ഭവിക്കുകയില്ല, no evil shall befall you. മലയാളത്തിൽ പറയുന്നത് ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല എന്നാകുന്നു. But Psalm 34 verse 19 says, പക്ഷെ സങ്കീർത്തനം 34:19 പറയുന്നു. Please read in Malayalam. In English it says, many are the afflictions of the righteous. Please read from here. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. Oh, so in one place it is written, no anartham will come, but in another place it is written, Neediman, that is the righteous, will have many afflictions or anartham. ഒരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, പക്ഷേ മറ്റൊരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു.
What shall we do? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Well, even in Psalm 91, it is not that the righteous will have no problems. 91 സങ്കീർത്തനം നോക്കുകയാണെങ്കിൽ തന്നെയും നീതിമാൻ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നവിടെ പറയുന്നില്ല. You see, because in verse 14, it says, because he has loved me, therefore I will deliver him. 14-ാം വാക്യം പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയി. ഓക്കെ, You see, if God has to deliver us, that means we have to have a problem, isn't it? Then only he can deliver us. So, a believer can have problems. ദൈവത്തിന് നമ്മളെ വിടുവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണം. അതുകൊണ്ട് ദൈവം ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും. So, I mean, this is a wonderful verse, but after, if all that we are going to read is Psalm 91, then of course we can come to the conclusion that if you are a believer in Jesus Christ, you will have no problems, no corona, nothing. You will have no problems. ഇത് വളരെ നല്ലൊരു വാക്യമാകുന്നു. പക്ഷേ നമ്മൾ ജീവിതകാലം മുഴുവനും ഈ 91-ാം സങ്കീർത്തനം മാത്രമാണ് വായിക്കുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കും നമ്മൾക്കൊരു പ്രശ്നവും വരികയില്ല, ഒരു അസുഖവും വരികയില്ല, ഒരു കൊറോണയും വരികയില്ല, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്ന്. Now, why don't you go 2-3 chapters behind and read Psalm 88? എന്തുകൊണ്ട് നിങ്ങൾ ഒരു 2-3 അധ്യായങ്ങൾ പുറകിലുള്ള സങ്കീർത്തനം 88 വായിക്കുന്നില്ല? This is an assignment for you. You know, you go back and read Psalm 88. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന ഒരു കർത്തവ്യമാണ്. നിങ്ങൾ പോയിട്ട് 88-ാം സങ്കീർത്തനം വായിക്കണം. Please read Psalm 39. 39-ാം സങ്കീർത്തനം വായിക്കണം. Now, these are some of the lament psalms, Vilaba Sankirtanam. ഇതൊക്കെ അറിയപ്പെടുന്നത് തന്നെ വിലാപ സങ്കീർത്തനങ്ങൾ തന്നെ എന്നാണ്. You see, most of the lament psalms begins with a lament but ends with praise. മിക്ക വിലാപ സങ്കീർത്തനങ്ങളും തുടങ്ങുന്നത് ഒരു വിലാപത്തിലാണെങ്കിൽ പോലും അത് അവസാനിക്കുമ്പോൾ അത് സ്തുതിയിൽ ആണ് അവസാനിക്കുന്നത്. But these two psalms begin with lament, end with lament. പക്ഷേ ഈ 2 സങ്കീർത്തനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും വിലാപത്തിൽ തന്നെയാണ്. Now, why do you think these psalms are written, these depressing psalms are written in the Bible? നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഈ വിലാപങ്ങളായിട്ടുള്ള സങ്കീർത്തനങ്ങൾ വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? If you and I were in the editorial board of which songs need to be in the 150 psalms, we might have deleted it. We might say, this is depressing psalm, why to keep it? Already people are sad. You add all these depressing psalms, people will become more sad. ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ആയിരുന്നു ഈ ബൈബിളിനെ രൂപീകരിക്കുന്ന രീതിയിൽ ആ ഒരു ബോർഡിൽ ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം, ഈ വിലാപത്തിന്റെ സങ്കീർത്തനങ്ങളൊന്നും വേണ്ട, ആളുകളെല്ലാം ഒന്നാമത് തന്നെ പ്രശ്നത്തില്ല, അതിന്റെ കൂട്ടത്തിൽ ഈ വിലാപത്തിന്റെ സങ്കീർത്തനം ബൈബിളിൽ തന്നെ വേണ്ട എന്ന് പറഞ്ഞേനെ. Especially Psalm 88, Psalm 39. പ്രധാനമായിട്ടും 39-ാം സങ്കീർത്തനം, 88-ാം സങ്കീർത്തനം. Why do you think God included that? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ദൈവം എന്തുകൊണ്ട് ഈ സാമുകൾ, ഈ സങ്കീർത്തനങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി? Editorial oversight? ഒരു ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ടാണോ? അല്ല, oversight. I mean, did he forget that? അത് മറന്നുപോയത് കൊണ്ടാണോ? There are going to be instances in the life of believers where darkness and problems can persist for a long time. ഒരുപക്ഷെ വിശ്വാസികളായ ഏവരുടെയും ജീവിതത്തിൽ ഒരു അന്ധകാരം നിറഞ്ഞതായിട്ടുള്ള ഒരു അവസ്ഥ അത് തുടർന്ന് ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയിൽ ആയിരിക്കാം. And if we read those psalms carefully, actually those psalms, that psalmist is complaining against God. God, you did like this. They are not very polite words actually. നിങ്ങൾ ഈ സങ്കീർത്തനങ്ങൾ വ്യക്തമായി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുകയാണ്, ദൈവമേ നീയാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിൽ. പക്ഷെ അത് വളരെ പൊളൈറ്റ് ആയിട്ടാണ് പറയുന്നത്. അല്ല, പൊളൈറ്റ് അല്ല. That is the point. But the main point what we have to note in those psalms is all those things the psalmist is saying to God. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഇവിടെ സങ്കീർത്തനക്കാരൻ എല്ലാം പറയുന്നത് ദൈവത്തോടാകുന്നു. Hallelujah. ഹല്ലേലൂയ. Dear brothers and sisters, you may personally go through times of confusion, times of sadness,
times of frustration, times of anger. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരു പക്ഷേ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാം. നിങ്ങളുടേതായിട്ടുള്ള വേദനയുടെ സാഹചര്യങ്ങൾ, ദേഷ്യത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ, പിരിമുറുക്കത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ, ഏത് സാഹചര്യമായിക്കോട്ടെ, You may be even angry with God. നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തോട് തന്നെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുമാകാം. But God wants you to come to Him and speak to Him. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരുവാനും ദൈവത്തോട് സംസാരിക്കുവാനും ആകുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. So that is what we see in the Bible. ഇതാണ് നമ്മൾ വേദപുസ്തകത്തിലും കാണുന്നത്. Now in the Bible I mentioned about, you say, so many people, they focus on the fact that when Peter was arrested, the whole church prayed for him. The chains were opened, the prison doors opened, the angel rescued Peter. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ വേദപുസ്തകത്തിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പത്രോസ് ജയിലിലായപ്പെട്ടതും സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതും ആ ഒരു സമയത്ത് പത്രോസിന്റെ ആ കാരാഗ്രഹത്തിൽ നിന്നും പത്രോസ് വിടുവിക്കപ്പെട്ടതും ചങ്ങലകൾ പൊട്ടുകയും കാരാഗ്രഹ വാതിലുകൾ തുറക്കുകയും പത്രോസ് വിടുവിക്കപ്പെടുകയും ചെയ്തു. But please read Acts chapter 12 verse 2. പക്ഷേ ഇപ്പോൾ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 2-ാം വാക്യം നോക്കാം. Acts chapter 12 verse 2. അപ്പോസ്തല പ്രവൃത്തി 12:2. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അവൻ means Herod. അവൻ എന്നിവിടെ പറയുന്നുണ്ട്, അത് ഹെരോദ രാജാവിനെ പറ്റിയിട്ടാണ്. Why did God allow this? Does God not know how to rescue people? എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിച്ചത്? ദൈവത്തിന് അറിയില്ലയോ ആളുകളെ രക്ഷിക്കാനായിട്ട്? Isn't He the God of Daniel? ഇത് ദാനിയേലിന്റെ ദൈവം തന്നെ അല്ലയോ? If He can shut the mouth of hungry lions, how much more He could have easily saved James, the brother of John. He was one among the 12, mind you. വിശന്നിരിക്കുന്ന സിംഹത്തിന്റെ വായെ അടയ്ക്കുവാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഒരു വാളിൽ നിന്നും ഒരു മനുഷ്യനെ കൊല്ലുന്നതിൽ നിന്നും രക്ഷിച്ചില്ല? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യാക്കോബ് എന്ന് പറയുന്നത് യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരു വ്യക്തിയായിരുന്നു. Why don't you consider 2 Timothy chapter 4 verse 20? 2 തിമോത്തിയോസ് 4-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് നോക്കിയാൽ. Hallelujah. Yes. എരസ്തോസ് കൊരിന്തിൽ താമസിച്ചു, ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. Paul is telling, ഇവിടെ പൗലോസ് പറയുകയാണ്. who is telling? Paul. ആരാ പറയുന്നത്? പൗലോസ് ആണ് പറയുന്നത്. A man through whom extraordinary miracles took place in Ephesus, the very place where Timotheus was there. എഫേസോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, തിമോത്തിയോസ് ആയിരിക്കുന്ന ആ സ്ഥലത്ത് വളരെയധികം അത്ഭുതങ്ങൾ നടത്തുകയും ചെയ്ത പൗലോസ് ആണ് ഇത് പറയുന്നത്. You know, handkerchiefs were taken from him, and those handkerchiefs, if it touched somebody, they were getting healed. പൗലോസിന്റെ കയ്യിലുണ്ടായിരുന്ന തൂവാലകൾ കൊണ്ടുവെക്കുകയും അത് സ്പർശിക്കുന്ന വ്യക്തികൾ സൗഖ്യമാക്കുകയും ചെയ്ത സ്ഥലമാകുന്നു. But in case of Trophimus, nothing is working. Why? പക്ഷെ ഇവിടെ ത്രോഫിമോസിന്റെ കാര്യം നോക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല. എന്തുകൊണ്ട്? I don't know. എനിക്കറിയില്ല. So now some of you may ask, Brother Sunil, I think you have managed to confuse us a little bit more. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും എന്നോട് ചോദിക്കാം, സഹോദരൻ സുനിൽ, നിങ്ങൾ ഞങ്ങളെ ഒരുപാട് കുഴപ്പത്തിലാക്കുകയാണ്, ചിന്തിക്കുന്നത് ഞങ്ങൾ പ്രശ്നത്തിലായിരിക്കുകയാണ്. At least before coming, we had little hope that God will save us from corona. Now you are telling He may not even save. ഇവിടെ വരുന്നതിന് മുൻപ് വരെ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം കൊറോണ രോഗത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ താങ്കൾ പറയുന്നത് ദൈവം ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റില്ല എന്നാണ്. Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, the title of my message today is, എൻ്റെ സന്ദേശത്തിന്റെ ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് എന്ന് പറഞ്ഞാൽ True Hope in the Time of Pandemic. മഹാമാരിയുടെ സമയത്ത് യഥാർത്ഥ പ്രത്യാശ.
true hope in the time of pandemic. മഹാമാരിയുടെ സമയത്തെ യഥാർത്ഥത്തിലുള്ള പ്രത്യാശ. You see, what has God really promised? നിങ്ങൾ നോക്കേണ്ട കാര്യം, ദൈവം യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾക്ക് വാഗ്ദത്തം തന്നിട്ടുള്ളത്? Has He promised that if we become His followers, we will have no problems? ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾ എന്നെ പിൻഗമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളത്? So some people will say, brother, we will have persecutions. Yes, we will have persecutions. പല ആളുകൾ പറയുന്നുണ്ടാവാം, ചിലപ്പോൾ നമ്മൾ ദൈവത്തെ പിൻഗമിക്കുന്ന സമയത്ത് നമുക്ക് പീഡനങ്ങൾ അനുഭവപ്പെടാന്നുള്ളത്. That is true. We will have persecution. അതെന്തായാലും ശരിയാകുന്നു, നമുക്ക് പീഡനങ്ങൾ But അനുഭവിക്കപ്പെടും. will we have afflictions and problems? പക്ഷെ നമുക്ക് പ്രശ്നങ്ങളും വേദനകളും ഉണ്ടാകുമോ? ഉണ്ടാകാമോ? Can we have diseases? നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാകാമോ? Has the Lord said that you will have no diseases? ദൈവം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു രോഗവും വരികയില്ല എന്ന്? Or has He promised that if you have disease, surely all diseases will be cured? ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരുപക്ഷെ രോഗം വരികയാണെങ്കിൽ പോലും നിങ്ങളുടെ എല്ലാ രോഗങ്ങളെയും ഞാൻ സൗഖ്യമാക്കിക്കൊള്ളാമെന്ന്? Somebody is saying, yes, brothers, Psalm 103, He heals all my diseases. ഒരു വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ സഹോദര, ദൈവം എന്നെ എല്ലാ രോഗത്തിൽ നിന്നും വിടുവിക്കുമെന്നുള്ളത്. Brothers and sisters, we have to take the whole truth. സഹോദര സഹോദരിമാരെ, നമ്മൾ പൂർണ്ണമായിട്ടുള്ള ആ ഒരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. The psalmist there is saying, He heals all my diseases. സങ്കീർത്തനകാരൻ അവിടെ പറയുന്നുണ്ട് ദൈവം നമ്മളുടെ രോഗങ്ങളെ എല്ലാം വിടുവിക്കുമെന്നുള്ളത്. This psalmist is himself saying at some other places also that he is having diseases, but there are certain diseases, as I told you, Elisha and all those diseases, he died actually. ഇതേ സങ്കീർത്തനക്കാരൻ മറ്റു സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് രോഗങ്ങൾ ഉള്ളതായിട്ടും. ഈ ബൈബിളിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എലീശയൊക്കെ രോഗത്താൽ മരിക്കപ്പെടുകയും ചെയ്തു. Of course, one of the name of God is Jehovah Rapha. ദൈവത്തിന്റെ ഒരു പേര് യഹോവ റാഫ എന്നാകുന്നു. He does heal. ദൈവം സൗഖ്യമാക്കുക തന്നെ ചെയ്യും. Hallelujah. ഹല്ലേലൂയ. But the question is, can we hold on to the promise that we will either that we will not have a disease, or if we have disease, we will be fully cured here and now? പക്ഷേ ഇവിടെ നമ്മൾ മുറുകെ പിടിക്കേണ്ടതായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത് നമ്മൾക്കൊരു രോഗം ഉണ്ടാകില്ല എന്നാണോ, അതോ നമുക്ക് രോഗം ഉണ്ടായാലും ദൈവം അത് നമ്മളെ സൗഖ്യമാക്കുമെന്നാണോ? Dear brothers and sisters, in these times, it is a good time for us to evaluate our theology, our understanding of the Bible. സഹോദര സഹോദരിമാരെ, ഈ ഒരു സമയം എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു സമയമാണ്. നമ്മൾ ബൈബിളിന്റെ നമ്മളുടെ മനസ്സിലാക്കലിനെ അതിനെ നമുക്ക് ഒന്ന് വിലയിരുത്താൻ പറ്റുന്ന ഒരു സമയമാണ്. Suppose a flood comes in this room. ഒരു പക്ഷേ ഒരു പ്രളയം ഈ റൂമിന്റെ അകത്തേക്ക് വരികയാണെങ്കിൽ, Suppose. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. Will you suddenly hold on to your chair? നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന കസേര മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുവോ? Hello? Yes? We will be a foolish person. If we hold on to our chair, along with the chair, we will be swept away. അങ്ങനെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമ്മൾ മണ്ടത്തരമാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ ആ ചെയറിലോട് ഉൾപ്പെടെ തന്നെ ആ പ്രളയത്തോട് നമ്മൾ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. But maybe one of you is a wise person. They will run from here to that pillar and hold on to that pillar. പക്ഷെ നിങ്ങളുടെ ഒരു വ്യക്തി ഒരു ബുദ്ധിമാനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഓടിച്ചെന്ന് അവിടെയുള്ള ആ തൂണിൽ കയറി പിടിച്ചു. In these times of confusion, what is the truth and what are the promises which are 100% we can trust in God? ഒന്നും വ്യക്തമല്ലാത്തതായിട്ടുള്ള ഈ സാഹചര്യത്തിൽ ദൈവത്തിൽ മുറുകെ പിടിക്കാനായിട്ടുള്ള ഒരു 100% ഉറപ്പുള്ളത് എന്താണ്? Let me tell you my understanding. എൻ്റെ മനസ്സിലാക്കലുകൾ ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെച്ചോളട്ടെ. Okay? This is my understanding, what I believe. ഇതാണ് എൻ്റെ മനസ്സിലാക്കൽ, ഞാൻ വിശ്വസിക്കുന്നതായിട്ടുള്ള കാര്യം. Number one, ഒന്നാമത്തേതായിട്ട് കാര്യം, I am not under the wrath of God.
ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലല്ല ഞാൻ. Because I am in Christ Jesus, I am no longer under any condemnation. ക്രിസ്തു യേശുവിൽ ഞാൻ ആയിരിക്കുന്നതിനാൽ ഞാൻ ഒരു കുറ്റബോധത്തിലുമല്ല, അല്ല, ഒരു ശിക്ഷാവിധി. ഒരു ശിക്ഷാവിധിയിലുമല്ല. All my sins have been forgiven in Jesus Christ. എൻ്റെ എല്ലാ പാപങ്ങളും യേശു ക്രിസ്തുവിൽ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. Hallelujah. So this is one truth. All of you who are in Jesus Christ, you can hold on to. ക്രിസ്തു യേശുവിലുള്ള നിങ്ങൾക്ക് ഏവർക്കും മുറുകെ പിടിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സത്യമാണ് ഇത്. You and I are going to escape hellfire. നിങ്ങൾ നരകത്തിന്റെ തീയിൽ നിന്നും രക്ഷപ്പെടുക തന്നെ ചെയ്യും. You and I are going to escape from the wrath of God because it has been taken by the Lamb of God. നിങ്ങളും ഞാനും ദൈവത്തിന്റെ മഹാകോപത്തിൽ നിന്നും രക്ഷ പ്രാപിക്കും. കാരണം ആ കോപത്തെ ദൈവത്തിന്റെ കുഞ്ഞാട് വഹിച്ചു എന്നുള്ളതിനാൽ. Number 2, what do I believe? രണ്ടാമതായിട്ട് ഞാൻ വിശ്വസിക്കുന്നതായിട്ടുള്ള കാര്യം എന്താകുന്നു? That because I am a child of God, God has built a fence around me. ഞാൻ ദൈവത്തിന്റെ മകനാകുന്നത് കൊണ്ട് ദൈവം എൻ്റെ ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. So whenever Satan wants to attack me, he cannot attack me. അതുകൊണ്ട് പിശാചിന് എപ്പോഴെങ്കിലും എന്നെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. So Satan says, "Oh, I want to attack Sunil." No, because there is a fence. പിശാച് പറയുകയാണ് എനിക്ക് സുനിലിനെ ഉപദ്രവിക്കണം, പക്ഷേ അത് പറ്റത്തില്ല, കാരണം എൻ്റെ ചുറ്റും ഒരു വേലിയുണ്ട്. Hallelujah. How many of you are happy that there is a fence around you? ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട് നിങ്ങളുടെ ചുറ്റും ഒരു വേലി ഉള്ളതിനാൽ? Hallelujah. Some people are saying, I am saying, hallelujah, there is a fence around me. പലരും വിഷമിച്ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട് പോലും. പക്ഷേ ഞാൻ പറയുകയാണ്, ഹല്ലേലൂയ, ദൈവം നമ്മുടെ ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. But പക്ഷേ Satan will question God. പിശാച് ദൈവത്തെ ചോദ്യം ചെയ്യും. Why is Sunil following you? You have given him money, good wife, good children, health, everything you have given him. Who will not follow you if you give all these things? പിശാച് ദൈവത്തോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് സുനിൽ നിന്റെ പുറകെ വരുന്നത്? അദ്ദേഹത്തിന് പണമുണ്ട്, നല്ലൊരു ഭാര്യയുണ്ട്, നല്ല മക്കളുണ്ട്, നല്ല ജോലിയുണ്ട്, പിന്നെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് പുറകെ വരാത്തത്? So Satan will say, okay, remove some of those, then we will know whether he will follow you or not. ഇവിടെ പിശാച് പറയും, ദൈവത്തോട് പറയുന്നുണ്ടാവും, ചിലത് അതിൽ നിന്ന് മാറ്റി നോക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം ദൈവത്തെ പിൻഗമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. You know, I am referring to the conversation which God had with Satan as far as Job is concerned. ഇവിടെ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവാം, ഇവിടെ പിശാച് ഇയ്യോബിനെ പറ്റി ദൈവത്തോട് പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. So Job chapter 1 verses 8, 9 and 10. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ. First, യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? yes. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവരും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. Here God, so in a way God is giving a certificate. Oh, Job was a righteous man, a man who feared the Lord. ഈ വാക്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം ഇയ്യോബിനെ പറ്റിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കുകയാണ്. ഇയ്യോബ് എന്ന് പറഞ്ഞത് ഒരു നിഷ്കളങ്കനും നേരുള്ളവനുമായിട്ടുള്ള ഒരു വ്യക്തിയാകുന്നു എന്നുള്ളത്. So according to many people's theology today, because he's a nice man, he shouldn't have any problem, isn't it? ഇപ്പം നമ്മളുടെ പലപ്പോഴും ഉള്ള മനസ്സിലാക്കൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ. But verse 9, പക്ഷെ 9-ാം വാക്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? Does Job fear God for nothing? Verse 10, 10-ാം വാക്യം നോക്കുകയാണെങ്കിൽ, നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. verse 11, തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. Oh.
So this is a challenge. He said, surely he will curse you. But verse 12, the Lord gives permission to Satan. 12-ാം വാക്യം, ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. So here we see that Satan can attack us only as much as God permits him to do. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, പിശാചിന് നമ്മളെ ഉപദ്രവിക്കാൻ കഴിയുന്നത് ദൈവത്തിന് നമ്മളെ എത്രത്തോളം അനുവദിക്കുന്നുവോ അതിന്റെ ആ ഒരു അവസ്ഥ വരെ മാത്രമേ പറ്റത്തുള്ളൂ. Hallelujah. ഹല്ലേലൂയ. And then we find that there was sudden destruction in the life of Job. His children died. He lost his possessions. It was a real tragedy. ഇതിനുശേഷം നമ്മൾ കാണാൻ സാധിക്കും, ഇയ്യോബിന്റെ ജീവിതത്തിൽ വളരെ തന്നെ കഷ്ടങ്ങൾ അനുഭവിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മക്കൾ മരിച്ചു, അദ്ദേഹത്തിന്റെ വസ്തുവകകളെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദുരന്തം തന്നെയായിരുന്നു. What did he do? അദ്ദേഹം എന്താണ് ചെയ്തത്? Verse 20. 20-ാം വാക്യം നോക്കുക. Very surprising verse. വളരെ അതിശയിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകൾ. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റു, വസ്ത്രം കീറി, തല ചിരച്ചു, സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. You see, namaskarichu means worshipped. Okay. Then Job arose, tore his robe, shaved his head. What does that mean? Job was a human being. When tragedy came to his house, he cried. He was sad. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയ്യോബ് ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ അദ്ദേഹം കരഞ്ഞു, അദ്ദേഹം വിഷമിച്ചു. But he worshipped. പക്ഷെ അവസാനം പറയുന്നത് അദ്ദേഹം ദൈവത്തെ ആരാധിച്ചു. Hallelujah. How did he worship? ഇവിടെ എങ്ങനെയാണ് ഇയ്യോബ് ആരാധിച്ചു എന്ന് പറയുന്നത്? Look at that. It is not ending with full stop. It is the colon mark there. He worshipped. How did he worship? Verse 21. ഇവിടെ എങ്ങനെയാണ് ആരാധിക്കുന്നത് എന്നുള്ളത് 21-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. Yes. ഇയ്യോബ് 1:21. Let's look at Job's theology. This is Job's understanding of God. ഇവിടെ നമ്മൾ ഇയ്യോബിൻ്റെതായിട്ടുള്ള ഒരു മനസ്സിലാക്കലിനെ പറ്റി കാണുന്നു. ദൈവത്തെ പറ്റി ഇയ്യോബ് എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ വാക്യത്തിൽ കാണാൻ പറ്റുന്നുള്ളൂ. Yes, please read verse 21. Naked I came from my mother's womb, and naked shall I return there. The Lord gave, and the Lord has taken away. Blessed be the name of the Lord. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. Now, this theology might contradict with some of your theology. ഇവിടെ ഈ നമ്മൾ വായിക്കുന്ന കാര്യം ഒരുപക്ഷെ നമ്മളുടെ പലരുടെയും മനസ്സിലാക്കലുമായിട്ട് അതിനൊരു വ്യത്യാസം ഉണ്ടാവും. Because we might agree with Job when he says the Lord gave. നമ്മൾ ഇയ്യോബ് പറയുന്നതുമായിട്ട് ഒരു കാര്യത്തിൽ യോജിക്കും, ദൈവം തന്നു എന്നുള്ളത്. Many of us, we come and say, hallelujah, the Lord gave us a child, the Lord gave us a house, the Lord gave us a job, the Lord gave us healing. Hallelujah, the Lord gave. നമ്മൾ പലപ്പോഴും പലരും ഇവിടെ വന്ന് പറയാറുണ്ട്, ദൈവം നമുക്കൊരു കുഞ്ഞിനെ തന്നു, ഒരു ജോലി തന്നു, ഒരു ഭവനം തന്നു, പല കാര്യങ്ങളും തന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് എല്ലാം പറയുന്നുണ്ട്. ഹല്ലേലൂയ, അത് ദൈവം തന്നതാണ്. But here Job says, the Lord has taken away. പക്ഷെ ഇവിടെ ഇയ്യോബ് പറയുന്ന ഒരു കാര്യം, യഹോവ എടുത്തു. Dear brothers and sisters, I want to ask you, the Lord can give to you, can he take away from you also? പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് തരുവാൻ സാധിക്കും, പക്ഷെ ദൈവത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കുവാൻ സാധിക്കുമോ? I am asking you a question. നിങ്ങളോട് ഞാൻ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. Can he take from you? ദൈവത്തിന് നിങ്ങളിൽ നിന്ന് എടുക്കാൻ സാധിക്കുമോ? If he is God, he should be able to take it back if he wants. അത് ദൈവമായതുകൊണ്ട് ദൈവത്തിന് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് എടുക്കാൻ സാധിക്കും. Some people may say, brother, what kind of theology you are teaching? I am not teaching. Job is saying this thing, and verse 22, God is putting his stamp on this theology. Verse 22. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം, ഇയ്യോബിനെ പറ്റി നിങ്ങൾ എന്ത് മനസ്സിലാക്കലാണ് ഈ പറയുന്നത്? പക്ഷെ ഞാനല്ല ഇത് പറയുന്നത്. ഇവിടെ ഇയ്യോബ് ദൈവത്തെ പറ്റി പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവം ഇതിൽ നിന്നും ഇയ്യോബിന് ഒരു സർട്ടിഫിക്കറ്റ് പോലെ കൊടുക്കുന്ന ഒരു കാര്യം നമുക്ക് 22-ാം വാക്യത്തിൽ കാണാം. Please read. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. Hallelujah. Hallelujah. ഹല്ലേലൂയ. Do you know that till few years back, I was also not able to fully sing a Malayalam song, a famous Malayalam song.
ചില വർഷങ്ങൾക്ക് മുമ്പ് വരെയും വളരെ പ്രശസ്തമായ ഒരു മലയാളം പാട്ട് എനിക്കത് പൂർണ്ണമായിട്ടും പാടുവാൻ സാധിച്ചിരുന്നില്ല. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. I think Job was not a Malayali, but he might probably have sung a song little bit, maybe not Sandoshathode, but at least he would have received from the Lord. I don't know how. Yeah. This is a Malayalam song which says about if God gives a cup of soreness or bitterness, I'll sing with gladness. I will receive it with gladness. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇയ്യോബ് ഈ മലയാളം പാട്ട് മലയാളി ആയിരുന്നിരുന്നിരിക്കില്ല, അദ്ദേഹത്തിന് മലയാളം പാട്ട് അറിയാനുണ്ടാവത്തില്ല, പക്ഷെ അദ്ദേഹം ഇതേപോലൊരു പാട്ട് പാടിയിട്ടുണ്ടാവാം. So the Lord can give and the Lord can take away. The Lord can give health. The Lord can, for purposes known to Him, take away. ദൈവം തന്നു, ദൈവം എടുത്തു. ഒരുപക്ഷെ ദൈവത്തിന് നിങ്ങൾക്ക് ആരോഗ്യം തരാം, അത് ദൈവത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ അത് തിരിച്ചെടുക്കാനും പറ്റും. Now, Satan said, okay, so possessions, nothing happened, but touch his body, then he will curse you surely. ഇവിടെ പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ്റെ വസ്തുവകളിലൊക്കെ തൊട്ടിട്ട് അവനൊരു പ്രശ്നവും ഇല്ല, പക്ഷേ അവൻ്റെ ശരീരത്തിൽ ഒന്ന് തൊട്ട് നോക്ക്, അപ്പോൾ അറിയാം. The Lord said, go ahead, but don't kill him. ദൈവം പറഞ്ഞു, ഓക്കെ ചെയ്തോളൂ, പക്ഷേ അവനെ കൊല്ലരുത്. And Job had a disease which was pretty bad. It was worse than corona, because corona you have Shwasamuttal, but in this he has all kinds of things, very bad boils all over the body. ഇയ്യോബിനൊരു രോഗം ബാധിച്ചു, അത് വളരെ പ്രയാസകരമായ രോഗമായിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ കൊറോണയെക്കാട്ടിലും വളരെ കഷ്ടമായിരുന്നു. കൊറോണ വരുന്ന സമയത്ത് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇയ്യോബിൻ്റെ സാഹചര്യത്തിൽ ശരീരം ആസകലം പൊള്ളിയതുപോലെയുള്ള പല പല വ്രണങ്ങൾ വന്നു. അത് ശരീരം ആസകലമുണ്ട്, അത് ഇതിനേക്കാട്ടിലും വളരെ കഷ്ടമുള്ളതായിരുന്നു. Job chapter 2 verse 9 and 10. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. Please read. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, Then his wife said to him, ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട് പറയുകയുണ്ടായി, what did you get after following this God? ഈ ദൈവത്തിന്റെ പുറകെ പോയിട്ട് നിനക്ക് എന്ത് കിട്ടി? Sometimes people may tell you, you left all this religion and everything, what did you get? പലപ്പോഴും പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ടാവാം, നീ മതത്തെയൊക്കെ വിട്ടിട്ട് പോയിട്ട് എന്താ നിനക്ക് കിട്ടിയത്? My question is, did you get anything? എന്റെ ചോദ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? Did you get anything which can never be taken away? ആരും എടുത്തോണ്ട് പോകാത്തതായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? Did you get anything which no one can take away? ആരും എടുക്കാത്തതായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? Did you get anything which God will not take away? ദൈവം എടുത്തോണ്ട് പോകാത്തതായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? Hallelujah. ഹല്ലേലൂയ. Forgiveness of sins, new birth, new creation. Hallelujah. New covenant relationship. We have received many things from God, dear brothers and sisters. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൽ നിന്നും പലതും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ പാപങ്ങളുടെ ക്ഷമ, പുതിയൊരു ജീവൻ, പുതിയ ഒരു നിത്യജീവൻ, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. You see, so what did Job tell his dear wife? ഇവിടെ ഇയ്യോബിന്റെ ഭാര്യയോട് ഇയ്യോബ് എന്താണ് പറഞ്ഞത്? What did he tell? Verse 10. 10-ാം വാക്യത്തിൽ, അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ, ഒരു പൊട്ടി, why are you speaking like a foolish woman? ഇയ്യോബിന്റെ ഭാര്യയോട് പറഞ്ഞത്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നത് എന്തിന്? Shall we receive good at the hand of God and not receive the bad? ദൈവത്തിന്റെ കയ്യിൽ നിന്നും നന്മ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ, തിന്മയും കിട്ടത്തില്ലയോ? In all this, Job did not sin with his lips. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. Dear brothers and sisters,
എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, I'm not talking about you, but I have heard any particular person, but I have heard many people pray something like this. ഇവിടെ ഇരിക്കുന്ന ആരെ പറ്റിയിട്ടുമല്ല ഞാനിത് പറയുന്നത്. പക്ഷേ ഞാൻ പലപ്പോഴും പലരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കണ്ടിട്ടുണ്ട്. They pray like this. അവരിങ്ങനെ പ്രാർത്ഥിക്കും. And by praying like this, they are conditioning themselves in such a way that sooner or later they will go into depression. അവർ പ്രാർത്ഥിക്കുന്ന അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു വ്യവസ്ഥയിലാണ് വയ്ക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർ വിഷാദത്തിലേക്ക് കടന്നു പോകാം. They pray like this. അവരിങ്ങനെ പ്രാർത്ഥിക്കും. Thank you, Lord, for this good day. ഈ ദിവസത്തിനായിട്ട് നന്ദി. Today, when many people are dying, ഇന്ന് പലരും മരണപ്പെട്ടപ്പോഴും thank you that I am alive. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി. Today, when many people are having disease, ഇന്ന് പലരും രോഗത്താൽ ഭാരപ്പെടുമ്പോഴും thank you that I don't have disease. എനിക്കിന്ന് രോഗമില്ലാത്തതിനായിട്ട് നന്ദി. The problem with this prayer is, ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രശ്നമുണ്ടെന്നാൽ, what will you pray when you have disease? നിങ്ങൾക്ക് ഒരുപക്ഷെ രോഗമുണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കും? You thank God that you didn't have disease, but when you have disease, നിങ്ങൾ ഇവിടെ രോഗമില്ലാത്തപ്പോൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് രോഗം വരുമ്പോൾ എങ്ങനെ എന്ത് പറയും? if the main thanksgiving that you have for God is, thank you that you have given me a job, what will happen when your job is gone? നിങ്ങൾ പ്രധാനമായിട്ടും നന്ദി പറയുന്നത് ദൈവം നിങ്ങൾക്കൊരു ജോലി തന്നത് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി നഷ്ടമാകുമ്പോൾ നിങ്ങൾ എന്ത് പറയും? You see, I am not, thank you Lord that you gave me money, but what will happen when money goes away? ഞാൻ പറയുന്നത് ഒരുപക്ഷെ പണം ഉണ്ടായ സമയത്ത് ദൈവമേ നന്ദി, പണം ഇല്ലാത്തപ്പോൾ നമ്മൾ എന്ത് പറയും? Don't get me wrong, I am not saying we must not be thankful for these things. നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് ഇതിലൊന്നും നന്ദിയുള്ളവരല്ലാതെ ഇരിക്കണമെന്നല്ല. But my point is, does your thanksgiving have any more deeper foundation? പക്ഷേ എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നന്ദി പറച്ചിലിന് എന്തെങ്കിലും ആഴമായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടോ, അടിസ്ഥാനമുണ്ടോ? If your thanksgiving is only for the fact that you don't have a disease today, sooner or later you most probably are going to have some disease. നിങ്ങൾ ഒരുപക്ഷെ നന്ദി പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു രോഗമില്ല എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു രോഗം നമുക്ക് വന്നേക്കാം. So what am I believing? അതുകൊണ്ട് ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്? Number one, I am believing that I am not under the wrath of God. All my sins have been forgiven in Jesus Christ. ഒന്നാമതായി ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ കോപത്തിന് കീഴിലല്ല, എൻ്റെ എല്ലാ പാപങ്ങളും യേശു ക്രിസ്തുവിൽ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. Number two, I believe that there is a fence which God has built around me. രണ്ടാമതായി ഞാൻ വിശ്വസിക്കുന്നത് ദൈവം എൻ്റെ ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. No weapon formed against me shall prosper. ഒരായുധവും എൻ്റെ നേർക്ക് ഉണ്ടാകുന്നതൊന്നും അത് ജയിക്കുകയില്ല. Till God allows something to prosper. ഒരുപക്ഷെ ദൈവം എന്തെങ്കിലും അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം Then it will prosper. അത് എന്നെ ജയിക്കുകയും ചെയ്യും. And when something like that happen, when Satan is given permission to come to me and to break the fence, I must have the attitude of Job. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയോ ദൈവം പിശാചിന് അനുവാദം കൊടുത്ത് എൻ്റെ വേലിക്കകത്ത് പിശാച് വന്ന് എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ തന്നെയും എനിക്ക് ഇയ്യോബിൻ്റെതായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കേണ്ടതാണ്. Number three, മൂന്നാമതായിട്ട് I believe that God is faithful. ഞാൻ വിശ്വസിക്കുന്നതായിട്ടുള്ളത് ദൈവം വിശ്വസ്തനാണ്. Hallelujah. He Hallelujah. will never leave me nor forsake me. അവൻ എന്നെ ഒരു നാളും കൈവിടുകയും ഉപേക്ഷിക്കുകയും ഇല്ല. Even if God allows me to go through fire, inside the fire God will be with me. ഞാൻ എരിതിയിൽ കൂടി നടന്നാലും ദൈവം എൻ്റെ കൂടെ ഉണ്ടാകും. If he allows me to go through flood, God will be with me inside the flood. ഞാൻ വെള്ളത്തിൽ കൂടെ നടന്നാലും ദൈവം ആ പ്രളയത്തിൽ ആ വെള്ളത്തിൽ എൻ്റെ കൂടെ ഉണ്ടാകും. Now even if I die, which is the ultimate thing which can happen, ഒടുവിലേതായിട്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ തന്നെ that is gain for me. അതെനിക്ക് ലാഭമാകുന്നു. Hallelujah. ഹല്ലേലൂയ. Even if I die, I will go to the presence of the Lord. ഞാൻ മരിക്കുകയാണെങ്കിൽ തന്നെയും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുക തന്നെ So ചെയ്യും. if I die, all of you should not be, I mean, you can be sad, oh Sunil brother died, but you know, deep inside you should be happy. ഒരുപക്ഷെ ഞാൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒന്ന് വിഷമിക്കുന്നതായിട്ടുണ്ട് സുനിൽ ബ്രദർ മരിച്ചുപോയി എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകാം. Because I'm in a better place. കാരണം ഞാൻ വളരെ നല്ലൊരു സ്ഥലത്തേക്കാണ് പോയത്. Hallelujah. ഹല്ലേലൂയ. Hallelujah. Therefore, you see, I believe that
we have a hope which goes beyond the grave. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കല്ലറയെ കാട്ടിലും ഉപരിയായിട്ടുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത്, Pratyasha. പ്രത്യാശയാണ് നമുക്കുള്ളത്. Hallelujah. So my advice to all of you is, you and I are not telling to the rest of the world, God is with us, we will not have corona. That's not our testimony. എൻ്റെ ഒരു ഉപദേശം എന്ന് പറയുന്നത്, ഞാനും നിങ്ങളും ഈ ലോകത്തോട് പറയുന്നത് ദൈവം നമ്മളോട് കൂടെയുണ്ട്, അതുകൊണ്ട് നമുക്ക് കൊറോണ വരിക എന്നുള്ളതല്ല. അതല്ല നമ്മുടെ. Don't go around telling like that, you will have to eat your words. അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്, അത് തന്നെ നമുക്ക് ചിലപ്പോൾ വിഴുങ്ങേണ്ടതായിട്ട് വരും. Some of you. Okay. ചിലർക്ക്. What we have to go around telling is, you see, whether corona comes or not, this God has become my God. He has given me eternal life. Nothing shall separate me from the love of God. നമ്മൾ പറയേണ്ടതായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ദൈവം നമ്മൾക്ക് വേണ്ടിയിട്ടുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മളെ ഒന്നിനും പിന്തിരിപ്പിക്കാൻ സാധിക്കുകയില്ല. ഒരു പക്ഷേ ഈ കൊറോണ വരികയാണെങ്കിൽ പോലും ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. Romans chapter 8 verse 35, Apostle Paul says, what shall separate me from the love of Christ? Romans 8:35. റോമർക്ക് എഴുതിയ ലേഖനം 8:35 പറയുന്നത്, ഒന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആർ. And then he gives 7 examples, negative examples. അതിനുശേഷം ഇവിടെ 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മളെ വേർപിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. But he says nothing, and then in verse 38 he goes on to say, even death cannot separate me from the love of God. അതിനുശേഷം 38 പറയുന്നത്, മരണത്തിന് പോലും നമുക്ക് ഈ ക്രിസ്തുവായിട്ടുള്ള സ്നേഹത്തിൽ നിന്നും വേർതിരിക്കാൻ സാധിക്കത്തില്ല എന്നാണ്. Hallelujah. ഹല്ലേലൂയ. Dear brothers and sisters, that is our hope. എൻ്റെ പ്രിയ സഹോദര സഹോദരന്മാരെ, അതാകുന്നു നമ്മുടെ പ്രത്യാശ. This is our living hope. ഇതാണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശ. Fifth point, I believe that even though my hope goes beyond the grave, yet I should not be foolish, I should put the mask. അഞ്ചാമതായിട്ടും എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരണം എന്നെ കല്ലറയിൽ നിന്നും ആ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷിക്കുകയാണെങ്കിൽ ആ ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ തന്നെയും മാസ്ക് ധരിക്കേണ്ടതായിട്ടുണ്ട്. I'm coming to the end of my message. ഞാൻ എൻ്റെ മെസ്സേജിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. Last point. അവസാനത്തെ പോയിന്റ്. During these times of pandemic, we are focusing, God, why are you not doing like this? Why are you doing like this? Why are you not doing like this? This is our question to God. ഈ മഹാമാരിയുടെ സമയത്ത് നമ്മൾ പലപ്പോഴും പലരും ദൈവത്തോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത് എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിക്കുകയുണ്ടായി. For a moment, let me ask you, what is your role? ഒരു നിമിഷത്തേക്ക് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ, എന്താകുന്നു നിങ്ങളുടെ ആ ഒരു റോൾ? What is my role? എന്താകുന്നു എൻ്റെ ഒരു റോൾ? What should we do now? ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? God wants us to be light in this dark world. ഈ അന്ധകാരം നിറഞ്ഞതായിട്ട് ലോകത്തിൽ ഒരു വെളിച്ചമാകാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Amen. How many of you want to say amen? ആമേൻ. ഇതിന് എത്ര പേർക്ക് ആമേൻ പറയാൻ സാധിക്കും? Do you have a hope, a living hope which others don't have? നിങ്ങളിൽ എല്ലാവർക്കും ഒരു പ്രത്യാശ, ജീവനുള്ള ഒരു പ്രത്യാശ ഉണ്ടോ ഈ ലോകത്തിലുള്ളവർക്ക് ഇല്ലാത്തതായിട്ടുള്ളത്? In that case, what should you do? ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താകുന്നു ചെയ്യേണ്ടത്? Should you, because of corona, hide? ഈ കൊറോണ എന്ന് പറയുന്ന രോഗം വന്നതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ചിരിക്കേണ്ടതായിട്ടുണ്ടോ? Brother, I may get corona. സഹോദര, ഒരു പക്ഷേ എനിക്ക് കൊറോണ വരാൻ ചാൻസ് ഉണ്ട്. I may die. ഞാൻ മരിച്ചു പോകും. That is why I am hiding now. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. So that corona will be confused. അതുകൊണ്ട് കൊറോണയ്ക്ക് ഒരു Where is Sunil? I can't find him. കൺഫ്യൂഷൻ ഉണ്ടായിട്ട്, സുനിൽ എവിടെയാണ്, എനിക്ക് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. Do you know Sadhu Kochukunyu Upadeshi? സാധു കൊഞ്ചു ഉപദേശി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമോ? You see,
he lived in a time when there were no antibiotics. അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലത്ത് ഈ മരുന്നുകളുടെ ഉപയോഗം അല്ല മരുന്നുകൾ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ Antibiotics ഇല്ലാതിരുന്ന സമയം. See? Now, at that time, there was a cholera epidemic. Cholera. ആ ഒരു സമയത്ത് കോളറ എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ടു. People were dying left, right, and center. ഇടത്തും വലത്തും നടുവിലും ആളുകൾ മരിച്ചുകൊണ്ടിരുന്നു. But Sadhu Kochukunjamadeshi and his group of people boldly went out and helped those people. ഈ സാഹചര്യത്തിലും സാധു കൊച്ചുകുഞ്ഞുപദേശിയും അദ്ദേഹത്തിന്റെ കൂട്ടരും ധൈര്യത്തോടെ തന്നെ പുറത്തേക്ക് പോവുകയും ആളുകളെ സഹായിക്കുകയും ചെയ്തു. Hallelujah. ഹല്ലേലൂയ. I told you we don't need to be foolish, but we don't need to hide. ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങൾ മണ്ടത്തരങ്ങളൊന്നും കാണിക്കണ്ട, പക്ഷേ നമ്മൾ ഇതേപോലെ ഒളിച്ചിരിക്കുകയും ചെയ്യാൻ പാടില്ല. Oh, I want to help that brother and sister, but I may get COVID. ആ സഹോദരനെ സഹോദരി എനിക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കോവിഡ് വന്നാലോ? Let's all stand up. നമ്മൾക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. Even government is telling us to hide. I am so nice. You know, I obey the government. Suddenly everybody is very much obeying. Very good. Please obey the government. ഇവിടെ നമ്മളുടെ സർക്കാർ തന്നെ പറയുന്നത് ഒളിച്ചിരിക്കാനാണ്. ഈ കാര്യത്തിൽ ഞാൻ സർക്കാരിനെ അനുസരിക്കുന്നു. എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിനെ ഈ കാര്യത്തിൽ അനുസരിക്കാൻ തുടങ്ങി. Very good. We must വളരെ നല്ല maintain. കാര്യമാണ്. But let's be bold. Hallelujah. അത് വളരെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ എങ്കിലും നമ്മൾക്ക് ധൈര്യമുള്ളവരായിരിക്കും. I want the music team, please come. You see, in these times, Achagunji brother, please come. In these times, now you may ask, Sunil brother, are you just therefore saying that we have no protection? ഈ സാഹചര്യത്തിൽ സുനിൽ ബ്രദർ നിങ്ങൾ പറയുകയാണോ നമ്മൾക്കൊരു സുരക്ഷിതത്വം ഇല്ല എന്നാണോ? Do we have no protection? Tell me. നമ്മൾക്ക് സുരക്ഷിതത്വം ഇല്ലയോ? We have a faithful God. Hallelujah. നമ്മൾക്ക് We have വിശ്വസ്തനായ a ദൈവമുണ്ട്. faithful God. Why don't you open your mouth and say, my God is faithful? നിങ്ങളുടെ വാകളെ തുറന്ന് നിങ്ങൾക്ക് പറയാം, ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. But don't add your own meaning to faithfulness. When you say God is faithful, don't include therefore I will not have corona. ഇവിടെ നിങ്ങൾ വാഗോണ്ട് നിങ്ങൾ ഏറ്റുപറയുന്നുണ്ട് ദൈവം വിശ്വസ്തനാകുന്നു, അതുകൊണ്ട് എനിക്ക് കൊറോണ വരികയില്ല എന്നല്ല. No. You see, one of the wonderful sights which I have a privilege of seeing is a mother coming to the OP. ഈ ഒരു സമയത്ത് ഞാൻ കണ്ടതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ ഒരു എൻ്റെ OP-യിൽ വന്നു. Generally this happens. ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ്. So that mother is like this, the eyes and all are red and everything. ഞാൻ നോക്കുമ്പോൾ ആ അമ്മയുടെ കണ്ണുകളെല്ലാം വളരെ ചുമന്ന് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. So I asked, what happened? ഞാൻ ചോദിക്കും, എന്ത് പറ്റി? Doctor, the whole night I didn't sleep. ഡോക്ടറെ, ഇന്നലെ രാത്രി മൊത്തം ഞാൻ ഉറങ്ങിയില്ല. Because my child was having continuous 102 fever. കാരണം എൻ്റെ കുട്ടിക്ക് 102 ഡിഗ്രി പനിയായിരുന്നു. Dear brothers and sisters, if a mother can be so loving, your heavenly Father is more loving than this mother. നിങ്ങൾ പ്രിയ സഹോദര സഹോദരിമാരെ, ഒരു അമ്മയ്ക്ക് ഇത്രയും സ്നേഹമുള്ളതായിരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് നിങ്ങൾക്ക് എത്രയധികം സ്നേഹത്തോടെ ആയിരിക്കാം. നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മ സ്നേഹിക്കും സ്നേഹത്തേക്കാൾ. God has loved me with an eternal love, more than a love of a mother. I would like that we sing that's one stanza. ആ ഒരു പാട്ടിന്റെ ഒരു സ്റ്റാൻസ പാടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And then I would also like you to sing one more stanza of another song which says, through grace of God we shall move forward. വേറൊരു പാട്ടിന്റെയും ഒരു സ്റ്റാൻസ പാടണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കൃപ ഒന്നൻ ആശ്രയമായി, കൃപ ഒന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും കൊറോണ വന്നാലും കൃപ മതി, and we will move forward. Grace is the one which I can hold on, and with the grace of God I can move on. കൊറോണ വന്നാൽ തന്നെയും അതിൽ നിന്ന് ഞാൻ രക്ഷ പ്രാപിക്കും. Through that, and I may even die, but I will go to the presence of the Lord. Hallelujah. ഒരു പക്ഷേ ഞാൻ മരിക്കുക തന്നെ ചെയ്യും, പക്ഷേ എങ്കിലും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലും. Hallelujah.
Brothers and sisters, we have a living hope. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾക്ക് ജീവനുള്ള ഒരു പ്രത്യാശയാണ് We ഉള്ളത്. have a hope which is beyond even this earth. ഈ ലോകത്തിലുള്ളതിനെക്കാട്ടിലും വളരെ വലിയൊരു പ്രത്യാശയാണ് നമുക്കുള്ളത്. Therefore we can be bold. അതുകൊണ്ട് നമ്മൾക്ക് ധൈര്യമുള്ളവരായിരിക്കും. Therefore we can rejoice. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. Even in the darkest of times, the Lord's presence will not leave us. ഈ അന്ധകാരം നിറഞ്ഞതായിട്ടുള്ള അവസ്ഥയിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ വിട്ടുപോകത്തില്ല. What do you want the most? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ആഗ്രഹം വേണ്ടുന്നത്? If what you want the most is your health, I'm sorry, you are in the wrong place. But if you want the most is the love of God, you are in the right place. ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങളുടെ ആരോഗ്യം അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾ തെറ്റായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ സ്നേഹമാകുന്നു എങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത്. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നമുക്ക് ആരാധിക്കാം. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, Hallelujah. അമ്മയേകിടും സ്നേഹത്തേക്കാൾ Thank you, Jesus. ലോകം നൽകിടും സ്നേഹത്തേക്കാൾ നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകനേശുവിനാൽ ലോകരക്ഷകനേശുവിനാൽ നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. കൃപയേറും കർത്താവിലെന്റെ ശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ശ്വാസം, ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി, ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപ കൃപയൊന്നൻ ആശ്രയമായി, കൃപ കൃപയൊന്നൻ ആനന്ദമായി, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും, വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും, തവ ജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തു
തവ ജീവനെ തന്നവനിനി വേലും കൃപയാൽ നടത്തുമെന്നേ. കൃപയൊന്നൻ ആശ്രയമായി, കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നമുക്ക് നന്ദി പറയാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Father God, we thank you for this time. ഹാലലൂയ. കർത്താവേ, ഈ വളരെ പ്രയാസമേറിയ ഈ നാളുകളിൽ Lord, in these difficult times, കർത്താവേ, നടക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകിയിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. we thank you and we praise you that you have given us the grace to walk forward. അങ്ങയുടെ വിലപ്പെട്ട വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു. Lord, we thank you for the great promises. പാപക്ഷമയ്ക്ക് വേണ്ടി നന്ദി പറയുന്നു. Thank you for the forgiveness of sins. ഹാലലൂയ. പുതിയ ജീവന് വേണ്ടി നന്ദി പറയുന്നു. Hallelujah. Thank you for the new life. അങ്ങയുമായിട്ടുള്ള ബന്ധത്തിനായിട്ട് നന്ദി പറയുന്നു. Thank you for the new relation with you. ഉടമ്പടിക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. Thank you for the love. കർത്താവേ, പുതിയ ആകാശവും പുതിയ ഭൂമിയുടെയും ആ വലിയ വാഗ്ദത്തങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. Thank you for the great promises of the new heavens and the new earth. കർത്താവേ, ഈ നാളുകളിൽ ഞങ്ങൾക്ക് അങ്ങയുടെ വളരെ ആവശ്യമുണ്ട്. കർത്താവേ, Lord, in these times, Lord, we need you more and more. കർത്താവേ, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. Lord, strengthen us. കർത്താവെ, ധൈര്യത്തോടെ മുന്നേറിട്ട് പോവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ സഭയായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. Lord, help us to move forward boldly as a church. Help us, Lord. കർത്താവെ, പ്രത്യേകിച്ച് അന്ധകാരത്തിൽ ഉള്ള ആൾക്കാരെ ഈ നിത്യ സ്നേഹവും ഈ നിത്യ പ്രത്യാശയെ കുറിച്ച് പറയുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. Lord, help us to speak to this people in this world, in the dark world, to about the eternal hope and the eternal love of God. അത് മാത്രമല്ല കർത്താവെ, അവരുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Not only that, to help those who are in need in their physical and other needs also. Help us, Lord. ഈ സമയം നൽകിയതിനായിട്ട് നന്ദി. Thank you for this time, Lord. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ In Jesus' name. ആമേൻ. Amen.